ഇന്ന് ഞങ്ങൾ ചെറായിൽ പോയപ്പോൾ റോഡരികിൽ വിൽക്കാൻ വെച്ച കക്കയാണ് ഈ കാണുന്നത്. എന്നാൽ പിന്നെ ഇത് പുഴുങ്ങി നല്ലൊരു കക്ക ഫ്രൈ ഉണ്ടാക്കിയാലെന്ന് കരുതി. ഞങ്ങൾ സാധാരണയായിട്ട് ഇങ്ങനെ കക്കയൊന്നും വഴിയിൽ നിന്ന് വാങ്ങാറില്ല കേട്ടോ. ഒന്നെങ്കിൽ കക്ക ഇറച്ചിയായിട്ട് ഫുള്ളായിട്ട് വാങ്ങിക്കും, അല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വാരിയിട്ട് പുഴുങ്ങിയാണ്ട് ഞങ്ങൾ കക്ക നോർമലി എടുക്കാറ്. ഇത് ചെറിയ കക്ക ആയതുകൊണ്ടും വിൽക്കാൻ വെച്ചുകൊണ്ടും ഒന്ന് വാങ്ങി പുഴുങ്ങി നോക്കിയാലെന്ന് കരുതിയാണ് കേട്ടോ വാങ്ങിച്ചത്. അതിന് വേണ്ടി നമ്മൾ ആദ്യം നല്ലോണം കക്ക നല്ലോണം വെള്ളത്തിയിട്ട് കഴുകി നല്ലോണം വൃത്തിയാക്കി എടുക്കണം കേട്ടോ. കക്ക കൂടുതലും ചെളിയിലാണല്ലോ കിടക്കണേ, അപ്പോൾ അതിനകത്ത് നല്ലോണം മണ്ണുണ്ടാവും. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്കത് പുഴുങ്ങാൻ വെക്കാനായിട്ട്. 100 രൂപയ്ക്കാണ് കേട്ടോ ഈ കക്ക വാങ്ങിച്ചത്. അത്യാവശ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആ ചേച്ചി ഞങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചത്. എന്തായാലും നമുക്ക് പുഴുങ്ങി നോക്കാം എന്തോരം കക്ക കിട്ടുമെന്ന്. അങ്ങനെ കക്കയെല്ലാം ഞാൻ നല്ലോണം കഴുകിയത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അടുപ്പത്ത് വെച്ച് തീ കൂട്ടിയിട്ട് നമുക്ക് പുഴുങ്ങാൻ വയ്ക്കാം. ഒരു വലിയ ചരുവനാണ് കേട്ടോ ഞാൻ അടുപ്പത്തേക്ക് വെച്ചത്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഓൾറെഡി നമ്മുടെ കക്കയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വെള്ളമൊക്കെ വരും. അപ്പോൾ അടുപ്പത്തേക്ക് ഞാൻ എല്ലാ കക്കയും പെറുക്കിയിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആ ഫുൾ കക്കയും ചരുവത്തിലേക്ക് പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാ സൈഡിൽ നിന്നും നല്ലോണം അങ്ങോട്ട് തീ വെച്ച് കൊടുക്കണം. തീ അങ്ങോട്ട് നല്ലോണം ചെല്ലുമ്പോഴത്തേക്കും പയ്യെ ഇങ്ങനെ തിളച്ച് പൊട്ടി വരാൻ തുടങ്ങും. പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾ കയ്യിൽ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് എല്ലാം പൊട്ടിക്കിട്ടാൻ നല്ല എളുപ്പമാർഗ്ഗമാണത്. ഇപ്പം ഇത് നല്ലോണം തീയിലാണ്ടിരിക്കണേ. അതായെല്ലാം നല്ലോണം തിളച്ചതേ പത വന്നെ കേട്ടോ. ഇപ്പം എല്ലാം മാക്സിമം പൊട്ടിത്തീർന്നിട്ടുണ്ടെന്നാണ് കേട്ടോ തോന്നണേ. ചില കക്കയൊക്കെ പൊട്ടാണ്ട് കിടക്കും കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്നും കൂടി ആ തീ ചെല്ലുന്ന സ്ഥലത്തേക്ക് നല്ലോണം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടി വരും കേട്ടോ. എന്നാലും അതിനകത്ത് 2-3 എണ്ണമൊക്കെ പൊട്ടാത്ത കക്ക ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഇനി നമുക്കതെല്ലാം ഈ ബക്കറ്റിലേക്ക് മാറ്റാം കേട്ടോ. കാര്യം നല്ല ചൂടാണ്. അപ്പോൾ ചൂടൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കക്ക ഇറച്ചി തിരിഞ്ഞെടുക്കാൻ തുടങ്ങാം കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് ചൂടാറിയപ്പോൾ തന്നെ ഇതൊരു വലിയൊരു പാത്രത്തിലേക്ക് കുറച്ചായിട്ട് ഞങ്ങൾ ഇട്ടിട്ട് അങ്ങോട്ട് തിരിയാൻ തുടങ്ങി കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഈ ചെമ്മീൻ കിട്ടില്ലാത്ത സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി കക്ക വാരാൻ പോകും. അങ്ങനെ കക്ക വാരിയിട്ട് ഇതുപോലെ എല്ലാവരും കൂടി ഇരുന്ന് കക്ക പുഴുങ്ങും കേട്ടോ. അപ്പോൾ കുറേ ഇത്തിലിങ്ങനെ ബാക്കി വരും. അങ്ങനെ കക്ക തിരിഞ്ഞ് ബാക്കി വന്ന ഇത്തിലൊക്കെ ഞങ്ങളൊരു വലിയ ചാക്കിലാക്കി സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ. ഞാൻ ചെറുതായിരിക്കണ സമയത്തെ ദീപാവലിക്ക് വിളക്ക് വെക്കാനായിട്ട് ഈ വലിയ ഇത്തിരി നോക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ എടുക്കണത്. ഇത്തിരി നല്ലോണം കഴുകി നീറ്റാക്കി എടുത്തിട്ട് നല്ലോണം എണ്ണ ഒഴിച്ച് തിരി കൊളുത്തി വിളക്ക് വെക്കും. ഈ ചാക്കിലാക്കി വെച്ച് ഇത്തിലൊക്കെ എടുക്കാനായിട്ട് വണ്ടിയിൽ കുറച്ച് ആൾക്കാർ വരും കേട്ടോ. കാര്യം കുമ്മായ ഉണ്ടാക്കാൻ വേണ്ടി ഇത് എടുത്തിട്ട് പോകും. ഞങ്ങൾക്ക് വലിയ കൊട്ട നിറച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒരു കൊട്ടയ്ക്ക് 80 രൂപയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ കക്കയുടെ റെഡിയായി. ഇതാണ് കേട്ടോ നമ്മുടെ 100 രൂപയുടെ കക്ക. അത്യാവശ്യം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കക്ക ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടി മൺചട്ടിയിലേക്ക് കക്കയും കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് പറ്റിച്ചെടുക്കും കേട്ടോ. പറ്റിക്കാൻ നേരത്തെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ, കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും. ഇനി നമുക്ക് കക്ക ഫ്രൈ ഉണ്ടാക്കാനുള്ള ബാക്കി ഐറ്റംസ് നമുക്ക് റെഡിയാക്കാം കേട്ടോ. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് വേപ്പില എല്ലാം കൂടി ഇട്ട് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഒരുമിച്ച് നമ്മൾ ഇങ്ങനെ ചതച്ചവിടെ വെക്കണം കേട്ടോ. പിന്നെ അടുത്തത് വേണ്ട ഐറ്റം തേങ്ങയാണ് കേട്ടോ.
അങ്ങനെ ചെറുതായിട്ട് സവാളയൊക്കെ വാടി വരുമ്പോഴത്തേക്കും ചതച്ച് വെച്ച വെളുത്തുള്ളിയും കുരുമുളകും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെ അത് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ അത് അത്യാവശ്യം വാടി കുറച്ച് പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഇളക്കി നല്ലോണം അങ്ങോട്ട് മൂത്ത് വരണം കേട്ടോ. അങ്ങനെ തേങ്ങയും സവാളയും ഒക്കെ നല്ലോണം വാടി നല്ലോണം മൊരിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പറ്റിച്ച് വെച്ച കക്കയിറച്ചിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം കേട്ടോ. എല്ലായിടത്തും മസാല പിടിക്കാൻ വേണ്ടിയിട്ടേ നല്ലോണം കൂട്ടി ഇളക്കി ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്ന സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്താൽ ടേസ്റ്റ് കൂടും കേട്ടോ. ഇവിടെ ഗരം മസാല ഇടാറില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാഞ്ഞത്. അങ്ങനെ നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പറയണ പോലെയല്ല, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കാര്യം നമ്മൾ ഫ്രഷായിട്ട് കക്കയൊക്കെ മേടിച്ച് പുഴുങ്ങി നമ്മൾ തന്നെ ചെയ്യണോണ്ടേ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇങ്ങനെ കക്ക വാങ്ങിച്ച് പുഴുങ്ങി തന്നെ വെക്കണം കേട്ടോ.